നമസ്കാരം. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരു വീട് മേടിച്ചു. അപ്പം ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു കാര്യം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ പല ആൾക്കാരും ചോദിച്ചൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? ഇത് ഇനീഷ്യലി നമ്മൾ കേൾക്കുമ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി ഉള്ള ഒരു ചോദ്യമായിട്ട് തോന്നും. ബട്ട് ഒരു വിവരാന്വേഷണം മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. പല ജലസ് ആയിട്ടുള്ള ആൾക്കാരും ചോദിക്കുന്ന കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 3 മെയിൻ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ സ്റ്റോയിക് ഫിലോസഫിയുടെ ബേസിസിൽ ഇതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മലയാളികൾ പൊതുവെ ഇങ്ങനത്തെ കൊണിഷ്ഠ ചോദ്യങ്ങൾ ചോദിക്കാൻ എക്സ്പേർട്സ് ആണ്. വിവരാന്വേഷണം എന്ന രീതിയിൽ ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും പിന്നിലുള്ള യഥാർത്ഥ ഇൻറ്റൻറ്റ് വളരെ ഡിഫറെൻ്റ് ആണ്. 2000 വർഷങ്ങൾ മുൻപ് എഴുതിയ ഈ ഒരു ബുക്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളും ആൾക്കാരെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബേസിസിൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത്, നിങ്ങൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഷെയർ ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് പോകുമ്പോൾ, അത് നിങ്ങളുടെ ജോബിൽ പ്രൊമോഷൻ ആവാം, ഒരു പുതിയ കാറ് മേടിച്ചതാവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അതായിട്ട് പോകുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കമൻ്റ് ആയിരിക്കും, നിനക്ക് നല്ല ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് കമൻറ്റ് പോലെ ഉണ്ടെങ്കിലും അതിൻ്റെ ഡീപ്പർ മീനിങ് അല്ലെങ്കിൽ ഇൻറ്റൻറ്റ് വേറെയാണ്. നിങ്ങളുടെ ഓൺ എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതെല്ലാം അവിടെ നെഗേറ്റ് ചെയ്ത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെയുള്ള ഒരു അണ്ടർ ടോൺസ് ഉള്ള ഒരു കമൻ്റാണിത്. ബട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി റിയാക്ട് ചെയ്യേണ്ടതില്ല. മാർക്കസ് അറീലിയസ് പറഞ്ഞിട്ടുള്ളത്, വി ഓൾ ലവ് അവർ സെൽസ് മോർ ദൻ അതർ പീപ്പിൾ ബട്ട് കെയർ മോർ അബൌട്ട് ദെയർ ഒപ്പീനിയൻ ദാൻ അവർ ഓൺ. ഇങ്ങനത്തെ കമൻസ് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങളെ അഫക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അവരെന്ത് പറയുന്നു പറയുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങളുടെ ഇമോഷൻ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ കമൻറ്റ് കേൾക്കുമ്പോൾ നമ്മൾ അക്നോളജ് ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിക്കുക, ശരിയാ മേ ബി ലക്കായിരിക്കും എന്ന് പറഞ്ഞിട്ട് മൂവ് ഓൺ ചെയ്യുക. അതിനൊരു റെസ്പോൺസ് ടു ബി ഓണസ്റ്റ് അർഹിക്കുന്നില്ല. രണ്ടാമതായിട്ട്, നിങ്ങൾ ചിലപ്പോൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ തുടങ്ങി അതിൽ സക്സസ് കണ്ടിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങി, റെഗുലറായിട്ട് പോകുന്നുണ്ട്, അതിൽ നിങ്ങളുടെ ബോഡിയിലും ഫിറ്റ്നസ്സിലൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യം വേറൊരാൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാവും, ഇത് എത്ര നാൾ പോവും, ഇത് നിനക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ആക്ച്വലി അവരുടെ ഇനബിലിറ്റിയിലുള്ള ഇൻസെക്യൂരിറ്റിയും അതേപോലെ തന്നെ അവർ ഇത് ചെയ്യാൻ നോക്കിയാൽ അവർ ഫെയിലാവും എന്നുള്ള ആ ഒരു ഫിയറും കൊണ്ടൊക്കെയാണ് പലപ്പോഴും ഈ ചോദ്യങ്ങൾ വരാറുള്ളത്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ഈ ലൈഫിലൊന്നും പെർമനൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല. മേ ബി നിങ്ങളൊരു 2 months അല്ലെങ്കിൽ 3 months ചെയ്തിട്ട് നിങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വർഷം പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ബട്ട് അതൊന്നും മാറ്റർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, അറിയില്ല, ഇന്നത്തെ കാര്യമില്ല നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, ഇപ്പം തൽക്കാലത്തേക്ക് ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് അവസാനിപ്പിക്കുക. മൂന്നാമത്തേത്, പല സിനാരിയോസിലും നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര കിട്ടും അല്ലെങ്കിൽ എത്ര കിട്ടി. പുതിയ ജോലി മേടിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദിക്കും, എത്ര കിട്ടും സാലറി. ഒരു പരീക്ഷ എഴുതി അത് പാസ്സായി എന്ന് പറഞ്ഞാൽ ചോദിക്കും, എത്ര കിട്ടി. ഇതേപോലെ ഒരു നമ്പർ ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇത് ബേസിക്കലി അവർക്ക് ആ നമ്പർ അറിഞ്ഞിട്ട് അത് കമ്പയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും, ആ വീട്ടിലെ ആ കുട്ടിക്ക് ഇതിനും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ സാലറിയുടെ കാര്യം പറഞ്ഞാൽ അപ്പോൾ പറയും, എനിക്ക് പക്ഷേ ഇത്രയും സാലറി ഉണ്ട്, നിനക്ക് ഇത്രയേ ഉള്ളൂ. ഇത് ആക്ച്വലി സോഷ്യൽ കമ്പാരിസൺ വഴി അവരുടെ ഓൺ സെൽഫ് വർത്ത് മനസ്സിലാക്കാനും അതേപോലെ നിങ്ങളുടെ വർത്ത് അനലൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു വഴിയാണ്. മാർക്കസ് അറീലിയസ് 2000 വർഷം മുന്നേ എഴുതിയിട്ടുള്ളത്, ഹൗ മച്ച് ടൈം ഹി ഗെയിൻസ് ഹു ഡസൻ ലുക്ക് ടു സീ വാട്ട് ഹിസ് നെയ്ബർ ഡസ്, സേസ് ഓർ തിങ്സ്, ബട്ട് ഓൺലി അറ്റ് വാട്ട് ഹി ഹിംസെൽഫ് ഡസ്. ഈ ഒരു കോട്ട് ഇന്നും വളരെ പ്രസക്തമാണ്. നമ്മളെപ്പോഴും ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, അപ്പുറത്തെ വീട്ടിലെ ആൾ പുതിയ കാറ് മേടിച്ചോ, എത്ര രൂപയായി, നമ്മുടെ കാറായിട്ട് കമ്പയർ ചെയ്യാനും ഒക്കെ എല്ലാത്തിലും ഒരു കമ്പാരിസൺ എലമെന്റ് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. കമ്പാരിസൺ ഇസ് ദ തീഫ് ഓഫ് ജോയ് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും ബാക്കിയുള്ളവരായിട്ട് ഒന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ റിക്വയർമെന്റ്സ്, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ സാലറിയുടെ കാര്യത്തിലായിക്കോട്ടെ, എത്ര കിട്ടും എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരുടെ അടുത്ത് പറയാം, ആവശ്യത്തിനുള്ളതുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് പോകാനുള്ളതുണ്ട് എന്ന് പറഞ്ഞിട്ട്
ആ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതിനൊരു ഉത്തരം കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങളും പ്രോബബ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഒരു ഹാബിറ്റിൻ്റെ പുറത്ത് നമ്മുടെ ഒരു കോൺവെർസേഷൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങളിത് റിയലൈസ് ചെയ്യുക, ഇത് ബാക്കിയുള്ളവരെയും നിങ്ങളെയും ഒക്കെ അൺകംഫർട്ടബിൾ ആക്കുന്ന ചോദ്യങ്ങളാണ് പലപ്പോഴും. അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ ഇൻറ്റൻറ്റ് നെഗറ്റീവായിട്ട് വരാം എന്ന് മനസ്സിലാക്കുക. അവോയ്ഡ് ചെയ്യുക. നമ്മൾ അനാവശ്യമായ കമ്പാരിസൺസ് ലൈഫിൽ ഒഴിവാക്കുക. അതേപോലെ തന്നെ ബാക്കിയുള്ളവർ പറയുന്ന കമൻസ് നിങ്ങളുടെ എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതല്ല, അവരുടെ ഓൺ ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഓൺ ഫിയേഴ്സിന്റെ ബേസിസിലാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോ കൂടി കണ്ടു നോക്കുക. അതും പ്രോബബ്ലി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഓർ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.